ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാവേ. ഇതാണ് പൂക്കൾ. അപ്പോൾ ഇതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതായി ഈ ഒരു ട്രേ ഉണ്ടല്ലോ, പേപ്പറിൻ്റെ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൂക്കൾ ഉണ്ടാക്കി തുടങ്ങാം. ആ മുട്ട ഇരിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ആ പെറ്റൽസിൻ്റെ ഷേപ്പിൽ റൗണ്ടായിട്ടോ അല്ലെങ്കിൽ അറ്റം കൂർപ്പിച്ച് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവേ. അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര എണ്ണം പെറ്റൽസ് വേണമെന്നുള്ളത്. ഇനി നമുക്ക് വേണ്ടത് സെപ്പിൾസ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു മുട്ട ഇരിക്കുന്ന അല്ലാതെ സൈഡിൽ ഇത്തിരി കൂർമ്മിച്ച് നിൽക്കുന്നില്ല, അതാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇടയ്ക്ക് ആ പൂ ഒന്ന് ഇറക്കി വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്ന്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂസ് പേപ്പറാണേ. പൂവിൻ്റെ തണ്ടിനായിട്ട് നമുക്ക് പച്ച കളറിൽ ഒരു പേപ്പറോ എന്തെങ്കിലും നമുക്ക് റോൾ ചെയ്തെടുത്താലും മതി. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പൂവിൻ്റെ നല്ല കട്ടിയുള്ളതും കൂടി ആയതുകൊണ്ട് അതിലിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ ഈ ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുത്തത്. അതിൻ്റെ പുറമേ ഉള്ള എഴുത്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ് വൈറ്റ് കളർ അടിച്ചിട്ട് പിന്നെ ഞാൻ അതിനൊരു പച്ച കളർ കൊടുക്കുന്നുണ്ട്. എടുത്ത പച്ച കളർ ഇത്തിരി ഡാർക്കായിപ്പോയി എന്ന് എനിക്ക് പിന്നീട് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മൾ സെപ്പിൾസിനും തണ്ടിനും എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മളൊരു പശ വെച്ചിട്ട് എന്തെങ്കിലും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടുന്ന ഏതെങ്കിലും പശയോ, പേപ്പർ ആയതുകൊണ്ട് ഈ ഫെവിക്കോൾ ആയാലും മതി. എന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. പെട്ടെന്ന് ഒട്ടിക്കിട്ടണമെങ്കിൽ ഗ്ലൂ ഗണ്ണായാലും നമുക്ക് ഉപയോഗിക്കാവേ. ഒരു വ്യത്യസ്തത തോന്നാൻ വേണ്ടി നമ്മുടെ പൂവിൻ്റെ പൂമ്പൊടിയായിട്ട് ഞാൻ കറുപ്പ് പെയിൻ്റാണ് കൊടുത്തത് കേട്ടോ. കുറേ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്കൊരു ഭംഗിക്കുറവായിട്ട് തോന്നി. ആ കറുപ്പ് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഗോൾഡൻ കളർ പെയിൻറ്റ് വെച്ചിട്ട് ഞാനൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നൊരു കാര്യം, നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, അതായത് യൂട്യൂബിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റയിലാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കാനും ബാക്കി വീഡിയോസൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പൂക്കൾ റെഡ് തന്നെ കൊടുക്കാതെ അതിൻ്റെ ആ പെറ്റൽസിനും ഷേപ്പിൻ്റെ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബൈ.